ഹലോ ഗായ്സ്, കുഞ്ഞുട്ടി കത്തുട്ടി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സ്ക്രാപ്പ് ബുക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഹലോ ഗായ്സ്, അപ്പോൾ ഇതാണ് ഞാൻ സ്ക്രാപ്പ് ബുക്ക് ചെയ്യണേ, എൻ്റെ ഡയറി. അപ്പോൾ ഇതിൽ ഞാൻ 2 സ്ക്രാപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ഇതാണ് കേട്ടോ, പിന്നുള്ളത് ഇതാണ്. നമ്മളിനി അടുത്തത് ചെയ്യാൻ പോവാണ്. അതിനായി നമുക്ക് വേണ്ടത് നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ മേലൊരു കവർ ഇട്ടില്ലേ, ആ കവറാണ് നമുക്ക് ഇതിൽ വേണ്ടത്. അപ്പം നമുക്ക് ഇതിനൊരു കുറച്ച് പീസ് ആവശ്യമുള്ളൂ. ഞാനപ്പോൾ അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനതിനൊരു കുറച്ച് പീസ് കീറി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് നമ്മുടെ കൈ വെച്ച് തന്നെ ഇങ്ങനെ കീറണം കേട്ടോ. അപ്പോൾ ഞാനൊരു ഇത് വരാം, ഞാൻ അവിടെ കീറാണ്. ഇതിങ്ങനെയൊക്കെ കീറണം കേട്ടോ. അപ്പം നമ്മളിത് ഈ സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് നമുക്ക് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ അതിൻ്റെ അപ്പുറത്തെ ഭാഗമില്ല, ഈ ഭാഗം വെച്ചിട്ട് ഇതൊന്ന് അതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പോവാം. അപ്പം ഞാൻ 2 പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനൊരു 2 പീസ് ഇങ്ങനെ വെട്ടിയെടുത്തേണ്ടത്. അത് ഇവിടെ അല്ല കേട്ടോ ഒട്ടിക്കേണ്ടത്, നമ്മൾ ഇവിടെ ആയിട്ടാണ് ഒട്ടിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു തെറ്റിപ്പോയതാണ്. അപ്പം നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ഷീറ്റിൽ അതിൻ്റെ മേളിൽ വെച്ച് പശ വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ ആ ഡയറി മൊത്തം പശയാവും. പശ വയ്ക്കണം. അയ്യോ, ജസ്റ്റ് കുറച്ച് ഡ്രോപ്പായിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. ഹലോ ഗൈസ്, അപ്പം നമ്മളിതിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഈ ബ്ലാക്കിൻ്റെ സ്കെച്ചില്ലേ, ഈ സ്കെച്ചിൻ്റെ ഇത് ബ്ലാക്ക് എടുത്തിട്ട് ഇതേ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുകൊണ്ട് നമ്മളിവിടെ സ്കെച്ച് എടുത്തിട്ടുണ്ട്. ലൈക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം, ഒരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ. 1 മിനിറ്റ്. ഇതുപോലെയാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ 2 സൈഡും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ നമുക്കിഷ്ടമുള്ള കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ എടുക്കുന്നത് ഇപ്പോൾ വിചാരിച്ചേക്കുന്നത് ഇതുകൊണ്ടാ ഇതെടുക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. ഞാൻ മുമ്പ് കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ 2 സൈഡിലും നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കർ ഒട്ടിച്ചെടുക്കുക. നമ്മളിവിടെ ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അതേപോലെ തന്നെ ഇവിടെ കുറച്ചൊന്ന് കീറി കൊടുക്കണം. ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെ ജസ്റ്റ് ഒരു 2-3 പീസൊക്കെ കയറി കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഇതിലൊക്കെ ആയിട്ട് വെറുതെ ഇങ്ങനെ ഒന്ന് കീറി കൊടുത്താൽ മതി. ഇത് വേണ്ട, ഇത് ജസ്റ്റ് നല്ല
പീസ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. നമ്മുടെ ഇഷ്ടമാണ്. അങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കയറി കൊടുത്താൽ മതി. നമ്മളിതിവിടെ ഇപ്പോൾ കീറെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ളൊരു കളറ് സ്കെച്ച് വെച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ മാത്രമായിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കളർ ചെയ്ത് കൊടുക്കണം. കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ ബ്രൗൺ ആണ് കൊടുത്തേക്കണം, കാരണം ഇവിടെയൊക്കെ വേണ്ടത് ഇവിടെയൊക്കെ ആയിട്ട് ബ്രൗൺ അല്ലേ. അപ്പം അതിൻ്റെ ഒരു ഇതായിട്ട് ഞാൻ എടുത്തത് എന്താണ്, നമ്മളിങ്ങനെ വല്ല പേപ്പറുമൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ ഡയറി ഇതാവുമല്ലോ. ജസ്റ്റ് ഇതിങ്ങനെ അറ്റം മാത്രമായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഇത് രണ്ടും ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഇവിടേക്കൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇതിനായിട്ട് സ്കെയിൽ ആവശ്യമുണ്ട്. നമുക്ക് ഇവിടെ സ്കെയിൽ വെച്ചിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ടാറ്റാ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഇപ്പോൾ പോകുന്നതിന് മുമ്പ് ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് വേണം. ടാറ്റാ.